വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിലാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ പ്രകാരമുള്ള പദ്ധതികൾ തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ കേരളത്തിൽ പാലക്കാട്, ഇടുക്കി, വയനാട് ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട യുപി സ്കൂളുകളെ ഹൈസ്കൂളുകളാക്കി ഉയർത്തി. എന്നാൽ ഒരു അടിസ്ഥാന സൗകര്യവും നൽകാതെയാണ് ഹൈസ്കൂളുകളാക്കിയത്. 60% കേന്ദ്ര ഫണ്ടും 40% സംസ്ഥാന സർക്കാർ ഫണ്ടും ഉപയോഗിച്ച് സ്കൂളുകൾ നവീകരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഭൂരിപക്ഷം സ്കൂളുകളിലും ഇതുവരെ ഒരു പണിയും നടന്നിട്ടില്ല. ഹൈസ്കൂളുകൾക്ക് വേണ്ട ക്ലാസ് മുറികളില്ല. ലാബ്, ലൈബ്രറി, ബാത്റൂം, ഗ്രൗണ്ട് തുടങ്ങിയവയൊന്നും ലഭിച്ചില്ല. യുപി സ്കൂളിന്റെ കാരുണ്യത്തിലാണ് RMSA പദ്ധതിയിൽപ്പെട്ട ഹൈസ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. ആകെ 10 അധ്യാപകർ വേണ്ടോർത്ത് 6 അധ്യാപകരാണുള്ളത്. അതിൽ 2 ആൾ ഡെയിലി വേജസാണ്. ഇപ്പോൾ സാധാരണ 1-ാം തീയതി 2-ാം തീയതി ശമ്പളം കിട്ടുന്ന അവർക്ക് 10-ാം തീയതി ശമ്പളം കിട്ടുന്നത്. അപ്പോൾ കൂടുതൽ അധ്യാപകർക്ക് ഈ RMSAയിലേക്ക് കടന്നു വരാനുള്ളൊരു താല്പര്യമില്ല. RMSA പദ്ധതി വെറും കടലാസിൽ വന്നിട്ടുള്ളൂ, അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ല. RMSA പദ്ധതിയിലെ അധ്യാപകർക്ക് ശമ്പളം ലഭിക്കാൻ വൈകുന്നു. പലപ്പോഴും ക്ലാസ് മുറികളില്ലാത്തതിനാൽ വരാന്തയിലും മരച്ചുവട്ടിലും ഇരുന്നാണ് ഹൈസ്കൂൾ കുട്ടികൾ പഠിക്കുന്നത്. സ്റ്റാഫ് മുറികൾ പോലും ഇല്ലാത്ത സ്കൂളുകളുണ്ട്. പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ ചൂരക്കോട് സ്കൂൾ RMSA പദ്ധതി പ്രകാരം ഹൈസ്കൂളാക്കിയതാണ്. ഇതുവരെ ഒരു പദ്ധതിയും ഇവിടെ നടന്നില്ല. 8, 9, 10 ക്ലാസുകൾക്ക് കൂടി ഒരു ക്ലാസ് മുറി മാത്രമാണ് ഇവിടെ ഉള്ളത്. സ്കൂളിനകത്ത് പ്രവർത്തിക്കുന്ന അംഗൻവാടിയിൽ ഒരു കുട്ടി മാത്രമാണുള്ളത്. ഇതിനായി ഒരു ക്ലാസ് മുറി മാറ്റിവെക്കുമ്പോഴാണ് SSLC വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ക്ലാസ്സില്ലാതെ അലയുന്നത്. ഈ മരച്ചുവടുകളാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറികൾ. മഴക്കാലത്ത് തങ്ങളുടെ മക്കൾ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് രക്ഷിതാക്കൾ. അടിസ്ഥാന സൗകര്യ വികസനങ്ങളില്ലാതെ യുപി സ്കൂളുകളെ എന്തിന് ഹൈസ്കൂളുകളാക്കണമെന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനോടൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.